വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അവരെല്ലാവരും ഒരു മനോഹരമായ ദേവാലയം പണിയുന്നതിനുള്ള തിരക്കിലായിരുന്നു. ഒരേ മനസ്സോടുകൂടി എല്ലാവരും കഠിനമായി അധ്വാനിച്ചു. അവരിൽ കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ കഠിനാധ്വാനത്തിന്റെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയപ്പോൾ അവിടെ അവർ ഒരു മനോഹരമായ ദേവാലയം പണിതുയർത്തി. അങ്ങനെ ആ ദേവാലയത്തിന്റെ ഉദാസകരണത്തിനുള്ള ദിവസം വന്നു ചേർന്നു. എന്നാൽ ആ ദേവാലയം അതുപോലെ മനോഹരമായി പണിയാൻ കഷ്ടപ്പെട്ട കറുത്ത വർഗക്കാർക്ക് ആ ദേവാലയത്തിന്റെ ഉദാസകർമ്മത്തിന് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. കാരണം വെളുത്ത വർഗക്കാരായ ജനങ്ങൾ ആ കറുത്ത വർഗക്കാരായവരെ ആ ദേവാലയ ഉദാസകർമ്മത്തിൽ നിന്നും വിലക്കി. അങ്ങനെ ആ ദേവാലയത്തിന്റെ ഉദാസകർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ കഷ്ടപ്പെട്ട് പണിത ഈ ദേവാലയത്തിൽ തങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമല്ലോ എന്ന് മനസ്സറിഞ്ഞ് അത് വിഷമിച്ച് ആ കറുത്ത വർഗക്കാരെല്ലാം അവരുടെ വീടുകളിൽ തങ്ങി. എന്നാൽ അതിലൊരു ചെറുപ്പക്കാരൻ ഈ ദേവാലയത്തിന്റെ ഉദാസകർമ്മം നടക്കുമ്പോൾ ആ ദേവാലയത്തിനെല്ലാം മതിൽക്കെട്ടിന് പുറത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു വഴിപോക്കൻ ആ സഹോദരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം പണിതിട്ടും അതിന്റെ മതിൽക്കെട്ടിനെല്ലാം പുറത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ കറുത്ത വർഗക്കാരനായ ആ യുവാവ് മറുപടി പറഞ്ഞു, ഞങ്ങൾ കറുത്ത വർഗക്കാരനായതുകൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുവാനോ അവിടെ പ്രവേശിച്ച് പ്രാർത്ഥിക്കുവാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. അത് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവം എന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ആ യുവാവിന്റെ കണ്ണുനീർ തുറച്ചുകൊണ്ട് ആ വഴിപോക്കൽ ഇപ്രകാരം പറഞ്ഞു, താങ്കൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ഞാൻ. നിങ്ങളെ ഏത് നിമിഷം ആ ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയോ ആ നിമിഷം തന്നെ ഞാനും ആ ദേവാലയത്തിന്റെ പടികൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ദൈവത്തിന് വേണ്ടി ദേവാലയം പണിത ഒരുപറ്റം ജനങ്ങളുടെ സ്വാർത്ഥത നിമിത്തം ദേവാലയം വിട്ടിറങ്ങുന്ന ദൈവത്തിന്റെ ചിത്രം. ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. അവിടെ പരിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധമായ ഒരു ജീവിതം നാം എപ്രകാരമാണ് നയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മോട് സംസാരിക്കുന്നു. നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർ വഴി ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം. ഇസ്രായേൽ ജനങ്ങൾ എങ്ങോട്ടെല്ലാം യാത്ര പുറപ്പെട്ടാലും ആരൊക്കെ യുദ്ധമുണ്ടായാലും ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അടയാളമായിരുന്നു വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകം അവർ എപ്പോഴും അവരുടെ കൂടെ കൊണ്ടുപോയിരുന്നു. മേഘം ഉയർന്നപ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. മേഘം എപ്പോഴൊക്കെ ഈ വാഗ്ദാന പേടകത്തിന് മുകളിൽ നിശ്ചലമായി നിന്നോ അപ്പോഴൊക്കെ അവർ കൂടാരമടിച്ച് അവിടെ താമസിച്ചു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനങ്ങളുടെ കൂടെ ഇസ്രായേലിന്റെ സംരക്ഷകനായി ദൈവമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇസ്രായേലിന് സോളമൻ രാജാവ് വഴി ഇസ്രായേൽ ആദ്യത്തെ ദേവാലയം ഉണ്ടായപ്പോൾ അവർ ദൈവത്തിന്റെ പ്രതീകമായിരുന്ന ദൈവത്തിന്റെ സമീപത്തിൽ പ്രതീകമായിരുന്ന ആ വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിക്കുകയും പിന്നീട് ദൈവത്തിന്റെ സാന്നിധ്യം ആ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരുപറ്റം ജനങ്ങളാണ് യഹൂദർ. ആ ജെറുസലേം ദേവാലയത്തിൽ പെസഹ ആചരണത്തിനായി കടന്നു വരുന്ന ഒരുപറ്റം ജനങ്ങളെയും അവിടേക്ക് കടന്നു വരുന്ന യേശുനാഥനെയുമാണ് ഇന്നത്തെ സുവിശേഷം ചിത്രീകരിക്കുക. എന്റെ പിതാവിന്റെ ആലയം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുമെന്ന വിചാരത്തോടുകൂടി തന്റെ
തന്റെ പിതാവിന്റെ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനും ബലിയർപ്പിക്കുവാനും പെസഹ ആചരിക്കുവാനുമായി കടന്നു വരുന്ന ഈശോനാഥൻ എന്നാൽ പരിശുദ്ധമായിരുന്ന തന്റെ ആലയത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ കണ്ടപ്പോൾ യേശുനാഥൻ കോപാകുലനാകുന്നു. ശാന്തശീലൻ എന്ന് പരിചയപ്പെടുത്തിയവൻ, വിനീത ഹൃദയൻ എന്ന് നാം അറിഞ്ഞവൻ, മറ്റുള്ളവരോട് തൊഴിൽ കാണിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചവൻ ഇതാ ചാട്ടമാരെടുക്കുന്നു. അത് ജെറുസലേം ദേവാലയത്തിലുണ്ടായിരുന്നവരോടൊപ്പം തന്നെ ഒരുപക്ഷെ നാമം വിസ്മയിച്ചേക്കാം. എന്തുകൊണ്ടാണ് യേശുനാഥൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ശാന്തശീലൻ, വിനീത ഹൃദയൻ, കരുണാമയൻ, കാഴ്ചവാൻ എന്നീ വിശേഷങ്ങളെല്ലാം അപ്പുറത്ത് പുണ്യയെ വെച്ചുപിടിപ്പിക്കാത്തവൻ, അശുദ്ധിയെ ഇഷ്ടപ്പെടാത്തവൻ എന്നീ വിശേഷങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിച്ചു കേട്ടു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അങ്ങനെ ശരീരമാവുന്ന ദേവാലയത്തെക്കുറിച്ച് യേശുനാഥൻ എന്ന് പറഞ്ഞു വെച്ചു. പൗലോസ് പറയുന്നു, ആ ശരീരമാവുന്ന ദേവാലയം നമ്മൾ തന്നെയാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ്. പൗലോസ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കാത്തവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ആ മാമോദീസ സ്വീകരിക്കുന്ന അവസ്ഥയിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധരായി നമ്മുടെ ശരീരമാവുന്ന ദേവാലയത്തിന് അടിസ്ഥാനപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ആ അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിശുദ്ധിയോടെ കാത്തുരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരമാകുന്ന ദേവാലയം പാപരഹിതമായി കൊണ്ടു നടന്നാൽ ദൈവം അത് നശിപ്പിക്കും. കാരണം ദൈവത്തിന്റെ സ്ഥലം പരിശുദ്ധമാണ്, അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് യേശുനാഥൻ നമ്മോട് അരുളി ചെയ്യുന്നു. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ ശരീരം എപ്രകാരം വിശുദ്ധമായി കാത്തുരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത ഇന്ന് നമുക്ക് വരുന്നുണ്ട്. മദ്യപാനവും ദുർവലിയും മയക്കുമരുന്നും ഭൂണവൃത്തിയും നിസ്സാരവും വിദ്വേഷവും വൈരാഗ്യവും വിരുദ്ധവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയമാവുന്ന ശരീരത്തിൽ നിന്ന്, നമ്മുടെ ശരീരമാവുന്ന ദേവാലയത്തിൽ നിന്ന് യേശുനാഥൻ പടിയിറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ വിശുദ്ധമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാവുന്ന ദേവാലയം ഓരോ നിമിഷവും വിശുദ്ധമായി കാത്തുരക്ഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നാം അർപ്പിക്കുന്ന ഓരോ തികബലികളും അതിനുള്ള അവസരങ്ങളാണ്. നമ്മുടെ ഓരോ തികബലികളും നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ എല്ലാ തികബലികളും നമ്മുടെ വെറുതെ സമയം പോക്ക് മാത്രമാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പാപാവസ്ഥകൾ, നമ്മുടെ ജീവിതാവസ്ഥകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും, നമ്മുടെ പാപം കടും ചുവപ്പാണെങ്കിലും ഈ ദൈവനിമത്തെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതിനാൽ തുടർന്നുള്ള ഈ പരിശുദ്ധ കുർബാനയിലും വിശുദ്ധമായ ഒരു ജീവൻ നയിക്കുന്ന വേണ്ട അനുഗ്രഹത്തിനായി സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.